ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുജറാത്തിലെ ഗാന്ധിധാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാഗർകോയിൽ ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ്സിന് കയറിയിട്ട് ഇവിടെ ഗാന്ധിധാമിലെത്തി. എന്നിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ടൗണിൽ തന്നെ ഒരു റൂം എടുത്തിട്ട് അവിടെ രാത്രിക്ക് അത്യാവശ്യം നന്നായിട്ട് കിടന്നുറങ്ങി. ഇനി ഇവിടെ നിന്ന് നേരെ അഹമ്മദാബാദിലേക്ക് പോവാണ്. അഹമ്മദാബാദിലേക്ക് നമോ ഭാരത് റാപ്പിഡ് റെയിലിൽ കയറിയിട്ട് ഒരു സാധാരണക്കാരൻ്റെ വന്ദേ ഭാരത് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന റൂമിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ചത്. 1100 രൂപക്ക് കിട്ടിയ റൂമാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, കൊതുകുകളുണ്ടല്ലോ ഓരോന്നോരോന്നും ആയിട്ട് ഇങ്ങനെ കടന്നു വരികയാണ് രംഗത്തേക്ക്. ഏതിലൂടെയാണെന്ന് അറിയാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഒരു കർട്ടൻ ഉണ്ട്. കർട്ടൻ്റെ അപ്പുറം ഇതേ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിനാണെങ്കിൽ അടക്കാനായിട്ട് വിൻഡോ ഇല്ല, ജനലില്ല അടക്കാനായിട്ട്. ഓപ്പൺ വിൻഡോ ഇത് ഇങ്ങനെ ഈ ഗ്രില്ല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അടക്കേണ്ട വിൻഡോ കൊടുത്തിട്ടില്ല. എന്താ അല്ലേ, അടിപൊളിയല്ലേ, നല്ല സെറ്റപ്പ് അല്ലേ. ഇത്രയും പൈസ കൊടുത്തിട്ട് കൊതുകിൻ്റെ കടിയും കൊണ്ടിട്ട് കിടക്കേണ്ട ഗതികേടായിപ്പോയി ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ മടുപ്പായിപ്പോയി. ഇതേ ഈ കാണുന്ന പുതപ്പില്ലേ, ആ പുതപ്പ് മൂടി പൊതിച്ചിട്ട് കിടന്നിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും ഉറങ്ങിയത്. ഇതുപോലത്തെ കർട്ടൻ കൊടുത്താൽ കൊതുക് വരാതിരിക്കുമോ? ഒന്നെങ്കിലും അടക്കുന്ന ഓപ്പണും ക്ലോസും ചെയ്യുന്ന വിൻഡോസ് കൊടുക്കണ്ടേ? വിൻഡോസ് ഒക്കെ എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? അതുപോലും കൊടുക്കാൻ അറിയാത്ത ഇവരൊക്കെ എന്തിനാ ഈ ഹോട്ടൽ നടത്തുന്നത്? കഷ്ടം തന്നെ. അപ്പോൾ ബാഗൊക്കെ പാക്കാക്കി എല്ലാം ഓൾ സെറ്റ്, നമുക്ക് പോവാം, പതുക്കെ പോവാം. സമയം ഇപ്പം 5:30 ആയി. ഈ കാണുന്ന ഹാപ്പി AC ഡോർമെട്രി ആൻഡ് റൂംസിലാണ് താമസിച്ചത്. ഒരു ക്ലോസിങ് വിൻഡോ പോലും മര്യാദക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവരുടെ ഹോട്ടൽ. എന്താ അല്ലേ, പക്ഷെ എന്ത് പറയാനാ. പോട്ട്, രാവിലെ തന്നെ നെഗറ്റീവ് അടിക്കാൻ വയ്യ. നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് പോവാം. ഈ കാണുന്നതാണ് ഗാന്ധിധാം റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഗേറ്റ് കേട്ടോ. ഇവിടെ ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു റൗണ്ട് അബൌട്ട് പോലത്തെ ഒരു സ്ഥലമാണ് തൊട്ട് മുന്നിലായിട്ട്. നടുക്ക് കുറച്ച് പൂക്കളുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടികൾ, മരങ്ങളല്ല, സോറി ഗൈസ്. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഹിന്ദിയിലും ഗുജറാത്തിയിലും ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടേ. ഇന്നിവിടെ പൊതുവെ തണുപ്പ് കുറവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ നല്ല തണുപ്പായിരുന്നു പോലും. ഇന്നെന്തോ ഭാഗ്യത്തിന് തണുപ്പില്ല. അത് നന്നായി, വലിയ കുഴപ്പമില്ലാതെ രാവിലെ എണീറ്റ് കുളിക്കാനും മര്യാദക്ക് നടക്കാനും പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ തണുത്തിട്ട് വിറച്ചിട്ട് നടക്കാൻ പറ്റൂലായിരുന്നു. റെയിൽ 1-ൽ നമോഭാരതിന് പോകാനായിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. എങ്ങനെ എടുക്കണ്ടേന്ന് ഞാൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാവേ. ഇവിടുത്തെ RPFൻ്റെ പോലീസ് സ്റ്റേഷനാണേത്. RPF താണ ഗാന്ധിധാം, താന എന്തേലോട്ട്. ഇവിടെ ഒരു എമർജൻസി ആംബുലൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോഴും കണ്ടിരുന്നു ഈ ആംബുലൻസ്. ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റീം ക്രെയിനാണ് കേട്ടോ. ഇത് ക്രെയിൻ 1948 ഇങ്ങോട്ടേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് നിർമ്മിച്ച് കൊണ്ടുവന്ന സാധനം. ഇത് സ്റ്റീം ഉപയോഗിച്ച് ഓടുന്ന ക്രെയിൻ. എന്താ അല്ലേ, നൈസല്ലേ. അതിൻ്റെ അപ്പുറം നമ്മുടെ ഇന്ത്യൻ ത്രിവർണ്ണ പതാക കാറ്റത്ത് പാറി പറക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഗാന്ധിധാം റെയിൽവേ സ്റ്റേഷൻ്റെ മെയിനായിട്ടുള്ള കെട്ടിടം. നമുക്ക് പതുക്കെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാം. സമയം 5:40 5:55 ഇവിടെ എത്തുക വണ്ടി. എന്നിട്ട് ഇവിടെ വെച്ച് ലോക്കോ റിവേഴ്സലുണ്ട്. പക്ഷെ ലോക്കോ റിവേഴ്സലിൻ്റെ ആവശ്യമില്ല, അതൊരു ട്രെയിൻ സെറ്റാണ്. കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാം. നമുക്ക് അഹമ്മദാബാദിലേക്ക് പോകാനുള്ള ഭുജ് അഹമ്മദാബാദ് നമോ ഭാരത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഇവരൊക്കെ നമോ ഭാരതിന് കയറാനാണെന്ന് തോന്നുന്നത് കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ടാവും ഇവിടുന്ന് കയറാൻ വേണ്ടിയിട്ട്. ഈ ഒരു നമോ ഭാരതിന് കയറാനായിട്ട് ഞാൻ റെയിൽ 1-ൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. കൗണ്ടറിൽ പോയിട്ട് നമുക്ക് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ട് സോഴ്സ് കൊടുക്കുക. നിൽക്കുക, അത് കൊടുക്കട്ടെ ഞാൻ. എന്നിട്ട് എല്ലാം വീഡിയോ ലെങ്ത്ത് കൂടും അല്ലെങ്കിൽ. സോഴ്സ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൊസീഡ് ടു ബുക്ക് കൊടുക്കുക. അതെ, ഇവിടെ ഓപ്ഷൻ കാണിക്കും ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ളത്. മലിയാമിയാന ജംഗ്ഷൻ, വിരംഗം ജംഗ്ഷൻ വഴി, പിന്നെ ബിൽദി, പലൻപൂർ, മഹസേന ജംഗ്ഷൻ വഴി. നമുക്ക് വിരംഗം ജംഗ്ഷൻ വഴിയാണ് പോകേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക. അതെ, ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ അതേഴ്സ് എടുക്കുക. അതേഴ്സിൽ ഞെക്കുന്ന സമയത്ത് ഇതേ നമോ ഭാരതിൻ്റെ പേരവിടെ കാണിക്കും, അത് കൊടുക്കുക. അപ്പോൾ ടിക്കറ്റ് ഫെയർ വരും. ഇവിടുന്ന് എന്താ പറയണ്ടത്, ജിമ്പിൽ നിന്ന് ഗാന്ധിധാമിൽ നിന്ന് അഹമ്മദാബാദ് വരെ 490 രൂപയാണ്
ടിക്കറ്റ് റേറ്റ് വരുന്നത്. എന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പേ ചെയ്യാം. അതുപോലെ UPI വഴി നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3% ഡിസ്കൗണ്ട് കിട്ടും. 490 രൂപ നമുക്ക് കൊടുക്കണ്ട, 475 രൂപ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരും ഈ റെയിൽ ബണ്ണിൽ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ബുക്ക് ചെയ്തോ, എപ്പോഴും കൗണ്ടറിൽ നിന്ന് എടുക്കാനൊന്നും നിൽക്കണ്ട. സമയം 5:55 കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 6:10 കഴിഞ്ഞു. ഇതുവരെ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടില്ല. ഓൺ ടൈമിന് ഓടിക്കൊണ്ടിരിക്കുകയെന്ന അനൗൺസ്മെൻ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. ഇതിൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് 5-6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം, അവിടെ സ്റ്റക്കായി നിൽക്കുക. അവിടെ നിന്ന് അനങ്ങണില്ല ഈ സാധനം, എന്താണെന്നറിയില്ല. നോക്കാം. സമയം 6:20 കഴിഞ്ഞു, വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് ലൈൻ ബ്ലോക്ക് ആയതാണോ, എന്തെങ്കിലും കാരണത്താൽ ഉള്ള വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണോ ഒന്നും അറിയില്ലല്ലോ. അനൗൺസ്മെൻ്റ് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ റാപ്പിഡ് റെയിൽ കേട്ടോ, നമോ ഭാരത്. എത്ര നേരമായി എന്നറിയോ? 6:30 കഴിഞ്ഞു. ഇപ്പോൾ എന്തോ സംഭവിച്ചിരുന്നു. ഒന്നെങ്കിൽ ലൈൻ ബ്ലോക്ക് ആയതായിരിക്കും, അല്ലെങ്കിൽ സിഗ്നൽ പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പം ഇതിൽ ആരുമില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. അങ്ങനെ നമ്മൾ നമോഭാരതിൻ്റെ ഉള്ളിൽ കയറി. ഈ കാണുന്നതാണ് ഇൻറ്റീരിയർ കേട്ടോ. ഏകദേശം മെമോൻ്റെ അതേ സീറ്റാണ്, പക്ഷെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഒരു 90 ഡിഗ്രി വരുന്ന അതേ സീറ്റാണ് നമ്മുടെ ജനശതാബ്ദിക്ക് വന്നില്ലേ, കണ്ണൂർ ജനശതാബ്ദിക്ക്. അതേ മോഡൽ സീറ്റാണ്. പക്ഷേ കുഷ്യനൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ്, ഇരിക്കാൻ സുഖമുണ്ട്, കുഴപ്പമില്ല. എക്സാക്ട് ലൈക്ക് നമ്മുടെ മെട്രോ ഇല്ലേ, അതെങ്ങനെയാണോ അതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കുറേ ഡിജിറ്റൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗ് വെക്കാനുള്ള ഏരിയ ഒക്കെ കണ്ടോ, പക്കാ മെട്രോ തന്നെയാണ്. ഈ സീറ്റ് ഒഴിച്ച് എന്താല്ലേ, നൈസ് അല്ലേ, നൈസ് കൺസെപ്റ്റ് അല്ലേ. മൊത്തം AC ജനറൽ കോച്ചുകൾ വെച്ചിട്ട് ഓടുന്ന വണ്ടിയാണ് ഈ നമോ ഭാരത് കേട്ടോ. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നമോ ഭാരതിൻ്റെ ഇന്ത്യൻ സ്റ്റൈല് ടോയ്ലറ്റ് കേട്ടോ. ഇവിടെ എക്സോസ്റ്റ് ഫാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്, നല്ല സൗണ്ടാണ്. ഇത് സോപ്പ് ഡിസ്പെൻസറാന്ന് തോന്നുന്നു. പിന്നെ കാര്യം സാധിച്ചിട്ട് തുടക്കണമെങ്കിൽ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൈ തുടക്കാനൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഇന്ത്യക്കാർ അതുപോലത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ലല്ലോ. പിന്നെ ഫ്ലഷ് അടിക്കുന്ന ബട്ടൺ ഇവിടെയുണ്ട്. ഇത് വലിയൊരു കമോഡാണ്, പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ ആയിട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേ USB-A ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്, അതായത് C ടൈപ്പ് ഇല്ല. എന്നിട്ട് ഒരു 4 ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് കണ്ടോ. മറ്റേ സോക്കറ്റുകളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലുള്ള A ടൈപ്പ് പിന്നുകൾ കയറ്റാനുള്ള ഇത് മാത്രമേ, ആ ഒരു സോക്കറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ വിൻഡോസൊക്കെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ വിൻഡോ ആണ് കേട്ടോ. നല്ല ക്ലിയർ വിൻഡോ ആണ്. ഇവർ നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് കുറച്ച് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, വെളിച്ചം വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ലോക്കോ റിവേഴ്സിന് ശേഷം ഗാന്ധിധാമിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ് നമോ ഭാരത്. ഇതൊരു ട്രെയിൻ സെറ്റാണ് കേട്ടോ. വന്ദേ ഭാരതൊക്കെ പോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും എൻജിനുള്ള ട്രെയിൻ സെറ്റാണ്. അതുകൊണ്ട് തന്നെ ലോക്കോ ഫ്രണ്ടിൽ നിന്ന് ഊരി മാറ്റി പുറകെ കൊണ്ടുപോയി പിടിപ്പിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ആവശ്യമില്ല. ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും ഇറങ്ങിയിട്ട് നേരെ അപ്പുറകിലുള്ള ആ ഒരു ക്യാബിൽ പോയിട്ട് കയറും. അത്രേ ഉള്ളൂ പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. ഇതിന് ഫുള്ള് ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങി നിൽക്കാനൊന്നും പോകണ്ട. അഥവാ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല. പിന്നെ ഓരോ നടുവിലായിട്ടും കോച്ചിൻ്റെ നടുവിലായിട്ട് 2 കോച്ചുകൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ നടുവിലായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പുറം ഒരു വത്സതിൻ്റെ P7 ഉണ്ട്, 37086 നമ്പർ, DRC വഡോദരയുടെ P7. അതെ 37490. ആ ഡോറിൻ്റെ നേരെ മുകളിൽ കാണുന്ന ഒരു ഡിസ്പ്ലേ ഇല്ലേ, ആ ഡിസ്പ്ലേയിൽ നമ്മളെ മെട്രോയിൽ പോകുമ്പോൾ കാണൂല്ലേ, ഈ എവിടെയൊക്കെ നിർത്തും, ഏതൊക്കെ സ്റ്റേഷനിലൂടെ പോകുന്നുള്ള ഒരു മാപ്പ്, ആ മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡിസ്പ്ലേയിൽ ഇതുണ്ടോ, 2 കോച്ചുകൾ വേർതിരിക്കുന്ന ആ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ആണ് അത്.
അവിടെ കോച്ചിൻ്റെ നമ്പർ C7 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടിട്ട് കയറാതിരിക്കണ്ട. എല്ലാം ജനറൽ കോച്ച് തന്നെയാണ്. ജനറൽ കോച്ച്, AC കോച്ച്, ഏതിൽ വേണമെങ്കിലും കയറാം. അവിടെ ട്രെയിൻ പോകുന്ന സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഡോറാണ്, അതിൻ്റെ അവിടെ പോയിട്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം 59 km/h നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പിന് വരുന്നത് ബച്ചാവു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ വണ്ടി ഭുജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള റെയിൽവേയുടെ ഒരു സ്ഥലം കൂടിയാണ് ഭുജ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തോട്ട് പാസഞ്ചർ ട്രെയിനുകൾ പോകുന്നില്ല. നമ്മുടെ കന്യാകുമാരിയൊക്കെ പറയുന്നില്ലേ, സദേൺ മോസ്റ്റ് ടിപ്പായിട്ടുള്ള കന്യാകുമാരി, അതുപോലെ വെസ്റ്റേൺ മോസ്റ്റ് ടിപ്പായിട്ട് പറയുന്നത് നമ്മുടെ റെയിൽവേയുടെ ഇതിൽ പറയുന്നത് ഭുജാണ് കേട്ടോ. ഭുജ്, ആ ഭുജിൽ നിന്ന് വരുന്ന വണ്ടിയാണിത്. ഭുജിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അഞ്ചാറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഗാന്ധിധാമിലേക്ക് വരുന്നത്. ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ബച്ചാവു, സമുഖ്യാലി ജംഗ്ഷൻ, അങ്ങനെ കുറച്ച് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ട്. ഏകദേശം അഹമ്മദാബാദ് എത്തുന്ന ആ ഒരു ഏരിയയിൽ, അതിൻ്റെ ഔട്ടർ ഭാഗങ്ങളിൽ അത്യാവശ്യം എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. സമയം 7 മണിയായി കേട്ടോ. 6:55 കഴിഞ്ഞു. ഒരു വെളിച്ചം പോലും വന്നിട്ടില്ല. എന്തുവാ ഇത്? ഈ നാട്ടിൽ നേരം വെളുക്കാൻ ഒരുപാട് ലേറ്റായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങ് അറ്റത്തല്ലുള്ളത്, പടിഞ്ഞാറേ ഭാഗത്തെ ഏറ്റവും അറ്റത്തല്ലുള്ളത്. അതുകൊണ്ട് കിഴക്കിൽ നിന്ന് സൂര്യൻ ഉദിച്ചിങ്ങ് എത്തണ്ടേ, അതുകൊണ്ടായിരിക്കും ഇവിടെ സൂര്യോദയം ലേറ്റായിട്ടാ. ആ ഒരു സീറ്റ് കിട്ടിയിരുന്നേ നല്ലതായിരുന്നേനെ. വേഗം വെച്ച് മര്യാദക്ക് അവിടെ ഇരിക്കായിരുന്നു. ആ സീറ്റ് കിട്ടിയില്ല. ഞാൻ കയറുന്നതിന് മുന്നേ വേറൊരു ചേട്ടൻ കയറിയിട്ട് ആ സീറ്റ് പിടിച്ചു. ഒക്യുപ്പൈഡ് ബൈ സമ്മൺ എൽസ്. ഇതിൻ്റെ സീറ്റ് കണ്ടോ, നല്ല സ്പോഞ്ചി ടൈപ്പായിട്ടുള്ളൊരു സീറ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ അതിങ്ങനെ പ്രസ്സാകുന്നുണ്ട്. ഇരിക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ ഈ ചാരിയാണ് ഏറ്റവും വലിയ കുഴപ്പം. 90 ഡിഗ്രി അല്ലേ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇരുന്ന് ഇതാവുന്ന സമയത്ത് നടുവേദന വരുന്നുണ്ട്. കുറച്ച് നേരം ഇരിക്കുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ജനശതാബ്ദി, നമ്മുടെ കണ്ണൂർ ജനശതാബ്ദിയിലായാലും കുറച്ച് നേരം യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ നേരം ഇരിക്കുന്ന സമയത്ത് പതുക്കെ നടുവേദന വരാൻ തുടങ്ങും. ഇവർക്ക് ഈ 90 ഡിഗ്രി കൊടുക്കുന്നത് 100 ഡിഗ്രിയോ 110 ഡിഗ്രിയോ ഒക്കെ കൊടുത്തുവിടെ അല്ലേ? അപ്പോൾ മര്യാദക്ക് എത്ര നല്ല വൃത്തി ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റും? കഷ്ടം തന്നെ. നമ്മൾ ഏതൊക്കെയോ സ്റ്റേഷനൊക്കെ സ്കിപ്പ് അടിച്ചിട്ട് പോകുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റാനില്ലല്ലോ. ഇത് ടിൻറ്റഡ് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഒന്നാമത് പുറത്തേക്ക് കാണാൻ പറ്റാത്തത്. നല്ല വെളിച്ചം വന്നാലേ പുറത്തേക്ക് കാണുള്ളൂ. ഈ ഒരു കോച്ചിൻ്റെ ഉള്ളിലുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റാണേ. ഇങ്ങനെ നീളത്തിലങ്ങ് പോകുന്നതുണ്ടോ? നമ്മുടെ അമൃത് ഭാരത് ഇല്ലേ, അമൃത് ഭാരതിൻ്റെ ജനറൽ കോച്ചിലൊക്കെ ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തൂടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാനില്ല. ഒരുമാതിരി റിഫ്ലക്ഷൻ അടിക്കുന്നു. ഈ ഗ്ലാസ് ആയതുകൊണ്ട് അത് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗ്ലാസ് ഇട്ട വണ്ടിയിൽ പോകുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റേഷനായ ബച്ചാവുവിലെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേസ് വെൽക്കംസ് യു. ഡോർ ഇപ്പോൾ തുറക്കും കേട്ടോ. ഓട്ടോമാറ്റിക് ഡോറാണ്. അതെ, തുറന്നു. യെസ്, അങ്ങനെ ഡോർ അടഞ്ഞു. ഇനി വണ്ടി എടുക്കും. ഡോർസ് ആർ ക്ലോസിങ്. കുറേ ഡിസ്പ്ലേകളുണ്ട് കേട്ടോ. ഒന്നിത് ഇവിടെ, ഒന്നങ്ങ് ഫ്രണ്ടിലുണ്ട്, പിന്നെ എൻ്റെ തൊട്ട് പുറകിലുണ്ട്. ഞാൻ കാണിച്ചുതരാവേ. ഇവിടെ ആൾക്കാരിയ്ക്കുന്നതുകൊണ്ടാണ് കാണിക്കാനൊരു മടി. അവരെ പ്രൈവസി നമ്മൾ കളയണ്ടല്ലോ. ഇതൊരു ട്രെയിൻ സെറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി എടുത്തപാട് പെട്ടെന്ന് സ്പീഡ് കയറും കേട്ടോ. ഇപ്പം തന്നെ സ്പീഡ് അങ്ങ് എത്തി. നല്ല സ്പീഡ് കയറി. സ്റ്റേഷനിൽ ഇപ്പോൾ എടുത്തതേ ഉള്ളൂ ട്രെയിൻ. അപ്പം തന്നെ സ്പീഡും കയറി. വണ്ടിയുടെ പുറത്തുള്ള സൗണ്ടൊന്നും അങ്ങനെ കേൾക്കുന്നേ ഇല്ല കേട്ടോ. മിനിമലായിട്ട് മാത്രമേ കേൾക്കണുള്ളൂ. ട്രാക്കിൻ്റെ സൗണ്ട് പോലും അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കാം. അത്രയേ ഉള്ളൂ. രാവിലെ തന്നെയുള്ള യാത്ര ആയതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുവാണ്. ഓരോ സീറ്റിൽ ഓരോ ആൾക്കാർ കിടന്നുറങ്ങുക. എല്ലാവരും ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും കൂടുതലും. പോകുന്ന ബസ് ഉണ്ട്. അത് ഗുജറാത്ത് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെയാണ്. GSRTC. നല്ല കിടിലം ബസ്.
അങ്ങ് അവിടെയൊക്കെ ആയിട്ട് വലിയ ഫാക്ടറീസ് ഉണ്ട്, റിഫൈനറി ഫാക്ടറീസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇഷ്ടംപോലെ ഉണ്ടാവും ഈ ഒരു ഭാഗത്ത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഇൻഡസ്ട്രിയലായിട്ട് എക്കണോമിക്കലായിട്ടുള്ള ഒരു വലിയ ഹബ്ബാണ്. അടുത്ത സ്റ്റേഷനായിട്ടുള്ള സമാഖ്യാലി എത്തിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഡോറ് തുറക്കും. വലിയ ആൾക്കാരൊന്നും ഇവിടുന്ന് കയറാനില്ല തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. നമ്മുടെ ട്രെയിനിൽ നിന്ന് ഈ ഒരു കോച്ചിൽ നിന്ന് ആരും ഇറങ്ങുന്നില്ല ഇവിടെ. എല്ലാവരും മിക്കവാറും അഹമ്മദാബാദ് വരെ ഉണ്ടാവും. അങ്ങനെ കുറേ നേരത്തിന് ശേഷം സൂര്യനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പം ഉദിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ സമയം 7:30 കഴിഞ്ഞു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയൊക്കെ ഫുള്ള് ഫാക്ടറീസും റിഫൈനറീസൊക്കെ ആണെങ്കിൽ കുറേ കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് കൃഷിയിടങ്ങളാണ്, കൃഷി സ്ഥലങ്ങളാണ്. ഇഷ്ടം പോലെയുണ്ട്. കടുക്, പിന്നെ നെല്ല്, അങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റും. കുറേ കൂടി മുന്നോട്ടേക്ക് പോയാൽ ഈ ഒരു സ്ഥലമൊക്കെ ഫുള്ള് ഫാക്ടറീസൊക്കെ ഉള്ള ഏരിയ ആണ്. വിൻമില്ലുകളുണ്ടോ? വിൻമില്ല് നല്ല കാറ്റുള്ള ഏരിയ ആണ് കേട്ടോ. ഇങ്ങോട്ട് എല്ലാം നല്ല വൃത്തി കറങ്ങുന്നുണ്ട്. നമ്മളങ്ങനെ ഫാക്ടറീസ് കണ്ടു, വിൻമില്ല് കണ്ടു. ഇനി അടുത്തതായി നമ്മളിതേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പുപാടാണ്. ഉപ്പുപാടം, ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കൂട്ടിയിട്ടിരിക്കുന്നത് ഉപ്പാണ്. ഇവിടുന്ന് ഉപ്പ് ഇവര് ഉണ്ടാക്കിയെടുത്തിട്ട് ഇവിടുന്ന് നേരെ ഫാക്ടറികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബോക്സ് ആൻഡ് ഫ്രൈറ്റ് ഇല്ലേ, അതിലൊക്കെ ഇഷ്ടംപോലെ ഉപ്പുകൾ കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന്. മലിയാമിയാന ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലിയാമിയാന ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ റൈറ്റിലോട്ട് പോകുന്ന ലൈൻ കണ്ടോ നിങ്ങൾ? അത് അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് ഡബിൾ ലൈനാണ്, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അത് സിംഗിൾ ലൈനാണ് കേട്ടോ. അത് വാങ്കനീർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോകുന്നതാണ്. അവിടെ വഴി നേരെ രാജ്കോട്ടിലേക്കൊക്കെ പോവാം. രാജ്കോട്ട് എത്തിയാൽ പിന്നെ അവിടുന്ന് ഓക്ക, വെരാവൽ ഏത് ഭാഗത്തേക്കും പോകാൻ വേണ്ടി പറ്റും. കണ്ടെയ്നറുകൾ കണ്ടോ? കണ്ടെയ്നർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടില്ലേ, ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ പോകുന്ന റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കും ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് വേണം ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട്. കാരണം ഇവിടുത്തെ OHE ഓവർഹെഡ് ലൈൻ എന്ന് പറയുന്നത് അങ്ങ് മുകളിലായിരിക്കും. ഒരുപാട് കണ്ടെയ്നറുകൾ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒറ്റ വണ്ടിയിൽ തന്നെ താഴെയും മുകളിലുമായിട്ട് രണ്ട് കണ്ടെയ്നറുകൾ കിട്ടും. അതിനെയാണ് ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ആ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ പോകുന്ന റൂട്ടാണ്. അപ്പം അത്ര ഉയരത്തിൽ 2 കണ്ടെയ്നർ വെക്കുമ്പോൾ നല്ല ഉയരം വേണ്ടേ. അപ്പം അതിനനുസരിച്ച് ഈ OHE അതായത് ഓവർഹെഡ് ലൈനും ഹൈറ്റിൽ പൊക്കി വിടും. അതുകൊണ്ട് ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഉള്ള ലോക്കോകൾ മാത്രമേ ഇങ്ങോട്ടേക്ക് വിടുള്ളൂ. അതുപോലെ തന്നെ ഡീസൽ ലോക്കോകളും. ടിക്കറ്റ് ചെക്കർ വരുന്നുണ്ട് കേട്ടോ, ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാനുവൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അത് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൺലൈനിലെടുത്തല്ലേ, റെയിൽ വണ്ണിലെടുത്തല്ലേ, എന്നിട്ടത് കാണിച്ചു കൊടുത്തു. പുറത്ത് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് മര്യാദക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല. വല്ലാത്ത ചെയ്തായി പോയല്ലേ. ഒരു ക്ലിയർ ഇല്ലല്ലോ, ഒരു വെളിച്ചമില്ലാത്ത പോലെയല്ലേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാഴ്ചകളൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃഷി സ്ഥലങ്ങൾ കേട്ടോ. ഒരുപാട് നെല്ലുകൾ, ബാക്കിയുള്ള കുറേ പച്ചക്കറികൾ, മറ്റുള്ള കൃഷികളൊക്കെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ. ഇവിടുത്തെ ആൾക്കാരുടെ, സാധാരണക്കാരായ ആൾക്കാരുടെ വീടുകളൊക്കെ കണ്ടോ? അടുത്തടുത്തടുത്തടുത്ത് വീടുകളാണ്. ഇവിടെയൊക്കെ ജീവിത സാഹചര്യം എങ്ങനെയായിരിക്കും അല്ലേ?
നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റേഷനായ ഹൽവാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കയറാനുണ്ട്. നമോഭാരതിൻ്റെ അടുത്ത സ്റ്റോപ്പായിട്ടുള്ള ദ്രംദ്ര ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ദ്രംദ്ര എന്തൊക്കെ പേരല്ലേ ഇങ്ങോട്ട്. അപ്പുറം ഒരു ബോക്സൻ ഉണ്ട്, അതിൽ ഉപ്പാണ് കേട്ടോ ഉള്ളത്. ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഉപ്പ് പാടത്ത് ഉപ്പ് നിർമ്മിച്ചിട്ട് ബോക്സൻ ഫ്രൈറ്റിൽ ഇവർ നേരെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നാണ് ബാക്കിയുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ ബോക്സൻ ഫ്രൈറ്റിൽ നിന്ന് കുറച്ച് താഴെ വീണിട്ടുണ്ട് ഉപ്പ്. ഈ ദ്രാങ്ദ്ര ജംഗ്ഷന്ന് സുരേന്ദ്രനഗറിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ജംഗ്ഷൻ ആയത്. ഒരു സിംഗിൾ ലൈൻ സുരേന്ദ്രനഗറിലേക്ക് പോകുന്നുണ്ട്. അടുത്ത സ്റ്റോപ്പായ വിരംഗം ജംഗ്ഷനിലെത്തിയിട്ട് നമ്മൾ 9:21 എത്തേണ്ടത് 9:55 ആയപ്പോഴെത്തിയത് കേട്ടോ ഇവിടെ. ഇനി ഇവിടുന്ന് അഹമ്മദാബാദ് എത്തുന്നവരെ കുറച്ചധികം സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടേ പോവുള്ളൂ. കുറച്ചധികം സ്റ്റോപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് BTPN ഫ്ലൈറ്റ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പുറം കാണുന്ന BTPN കാൺപൂർ ലോക്കോഷത്തിൻ്റെ ഒരു G9 ആയിരുന്നു ലോക്കോ. ഈ ഇടയ്ക്ക് അങ്ങനെ ഓവർഹോൾ കഴിഞ്ഞ G9 നല്ല ഫ്രഷ് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ഈ പോർട്ടിലേക്ക് എണ്ണ വരുമല്ലോ, പെട്രോളും ഡീസലൊക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പോകുന്ന വണ്ടിയത് BTPN ഫ്ലൈറ്റ്. നേരത്തെ ICF കോച്ചുകളായിട്ട് പാസ് ചെയ്ത് പോയ വണ്ടിയില്ലേ, അത് ഗാന്ധിനഗർ ക്യാപിറ്റലിൽ നിന്ന് വെരാവലിലേക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. അതിന് വഡോദരയുടെ അമൂലിൻ്റെ പരസ്യം ഒട്ടിച്ചിട്ടുള്ള ഒരു ലിവറിയുള്ള WP7 ആയിരുന്നു ലോക്കോ. ചാന്ദലോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻ നമ്മളിപ്പോൾ എത്തിയിട്ട് ഡിപ്പാർട്ടായി. ഇനി അടുത്ത സ്റ്റേഷൻ സബർമതി ജംഗ്ഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ അഹമ്മദാബാദ്. നമ്മളങ്ങനെ സബർമതി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി കേട്ടോ. ഏകദേശം കാലിയായി. ഈ സീറ്റിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഇറങ്ങിപ്പോയി. നമ്മൾ 10:50 ആവുന്ന സമയത്ത് അഹമ്മദാബാദിൽ കയറേണ്ടതാണ്. ഇപ്പം തന്നെ സമയം 11:10 ആവാനായി. ലേറ്റായി. വണ്ടി ഗാന്ധിധാമിലേക്ക് എത്താൻ ലേറ്റായില്ലേ, അതാണ് പ്രധാന കാരണം. അല്ലെങ്കിൽ ഓൺ ടൈമിന് അല്ലെങ്കിൽ ബിഫോർ ടൈമിന് എത്തിയാനേ. ഇവിടെ സ്റ്റേഷൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റീഡെവലപ്മെൻറ്റ് വർക്ക്. എന്തൊക്കെ ഡിസൈനിലാണ് ആ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയത് നോക്ക്. ഇങ്ങനെ പാമ്പ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്ന പോലെയൊക്കെ ആ ഒരു ടൈപ്പിൽ. സബർമതി നദിയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഈ സബർമതി. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഗൾഫ് ഓഫ് കമ്പത്ത് വഴി അറബിക്കടലിൽ പതിക്കുന്ന ഈ നദി ഗുജറാത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ലൈഫ് ലൈനാണ് കേട്ടോ. ഒരു ഹിസ്റ്റോറിക്കൽ ലൈഫ് ലൈൻ ആയിട്ടുള്ള നദിയാണ് അഹമ്മദാബാദിൻ്റെ അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ സബർമതി. നമ്മൾ യാത്ര ചെയ്ത ഈ ഒരു നമോഭാരതിൻ്റെ കോച്ചുകളൊക്കെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഒരു ഡിസ്പ്ലേ കേട്ടോ. ഇതിൽ സ്പീഡ് കാണിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ അത് കാണിക്കുന്നുണ്ട്. ഭുജ് എന്ന് അഹമ്മദാബാദ് എന്നുള്ളത് ഗുജറാത്തി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഏറ്റവും ടോപ്പിൽ. പിന്നെ കുറേ പരസ്യം, ഏറ്റവും കൂടുതൽ പരസ്യം ഇതിൽ വരുന്നത്. കുറേ CCTV ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ. ദേ ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്, ദേ ഇവിടെ ഒരെണ്ണമുണ്ട്. എല്ലാം അടിപൊളിയാണേ. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ കയറി ഒരുപാട് ആൾക്കാർ അഹമ്മദാബാദ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഗാന്ധിധാമിൽ നിന്ന് കയറിയ ഒരുപാട് ആൾക്കാർ. ഈ ഒരു ട്രെയിൻ കാണുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു വന്ദേ ഭാരതിൻ്റെ ഫീൽ തന്നെയല്ലേ കിട്ടുന്നത്.
പക്ഷെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരുമാതിരി ഡ്യൂപ്ലിക്കേറ്റ് വന്ദേ ഭാരത് മാതിരി ഇരിക്കും കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങൾ കണ്ടോ? ഒരു എന്താ പറയണ്ട, ഒരു എന്താ ചാത്തൻ, വന്ദേ ഭാരതിൻ്റെ ചാത്തൻ എന്ന് പറയാം. അങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങൾ തവള ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കാലിൽ ഇരുന്നിട്ട് അതിൻ്റെ പുറകിൽ പോയിട്ട് ആ തവള ഇരിക്കുന്നത് നമ്മൾ നോക്കി ആ തവളയുടെ രൂപം എങ്ങനെയാണോ അതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡുള്ളത്. ഒരുമാതിരി എന്താ പറയണ്ട, ഒരു ചപ്പിളി പുളിങ്ങിയത് പോലത്തെ ഒരു ഫ്രണ്ട് സൈഡ്. എനിക്കത് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ വാക്കാണ് അത്. കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടോ? ഒരുമാതിരി മൂഞ്ചിയ ഫ്രണ്ട് സൈഡല്ലേ ഇതിനുള്ളത്. ബാക്ക് സൈഡൊക്കെ കണ്ടാൽ പക്ക വന്ദേ ഭാരത്. പക്ഷെ ഇവിടെ നോക്കിയാൽ പിന്നെ പോയി. ഈ ഒരു സാധനം തവളയെ പോലെയൊക്കെ ആണെങ്കിലും കുറേ പ്രത്യേകതയുണ്ട് കേട്ടോ. ഫുള്ളി എയർ കണ്ടീഷൻഡ് അൺറിസർവ്ഡ് സെമി ഹൈ സ്പീഡ് ട്രെയിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ഇൻ്റർസിറ്റി ട്രെയിൻ കൂടിയാണ് കേട്ടോ ഈ ഒരു ഭുജ് അഹമ്മദാബാദ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് തവളയെ പോലെയാണെങ്കിലും. നമ്മൾ വന്ന ഈ നമോ ഭാരത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ റെയിൽവേ തന്നെയാണ് കേട്ടോ. ഈ ഒരു നമോ ഭാരതിൻ്റെ ആദ്യ ഇനാഗുറൽ റൺ നടന്നത് 2024 സെപ്റ്റംബർ 16 തൊട്ടടുത്ത ദിവസം തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ റണ്ണും കൂടി ഈ ഒരു വണ്ടി നടത്തിയിട്ടുണ്ട്. തുഗ്ലക്കാബാദിൻ്റെ സക്കർണിയുടെ വരച്ചൊട്ടിച്ചൊരു P7 വരുന്നുണ്ട്, 30519 നമ്പർ. നമ്മൾ വന്ന ഈ ഒരു നമോ ഭാരത് റാപ്പിഡ് റെയിലിൻ്റെ നമ്പർ 94802 എന്നാണ് കേട്ടോ. 9 തുടങ്ങുന്ന നമ്പറാണ് ഈ ഒരു നമോ ഭാരതിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ 5:15 ഭുജിൽ നിന്ന് എടുത്തിട്ട് അഹമ്മദാബാദിൽ രാവിലെ 10:50 ആവുന്ന സമയത്തെത്തും. ഏകദേശം 358 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 5 മണിക്കൂറും 35 മിനിറ്റുമാണ് ഈ ഒരു നമോ ഭാരത് എടുക്കുന്നത്. നമോ ഭാരതിന് ടോട്ടൽ 12 കോച്ചുകളാണ് ഉള്ളത്. C1 തൊട്ട് C12 വരെയുണ്ട്. പറഞ്ഞത് മലയാളവും ഇംഗ്ലീഷും മിക്സ്ഡ് ആയിപ്പോയി. C1 തൊട്ട് C12 വരെയുണ്ട്. എല്ലാം C1, C2, C3 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഫുള്ള് ജനറൽ കോച്ചുകളാണ്. പക്ഷേ AC കോച്ചുകളായതുകൊണ്ട് ഒരുപാട് പൈസ അധികമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഈ പൂട്ടിയിട്ടിരിക്കുന്ന ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ എനിക്കിഷ്ടമല്ല. വീഡിയോ ഒന്നും മര്യാദക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റില്ല. എനിക്കിങ്ങനെ കാറ്റും കൊണ്ട് സ്ലീപ്പർ അല്ലെങ്കിൽ ജനറൽ അതുപോലത്തെ കാറ്റൊക്കെ കൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ മര്യാദക്ക് കാണാൻ പറ്റുന്ന കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഇതൊരുമാതിരി മൂടി പൊതിച്ച് കിടക്കുന്ന പോലെ മൊത്തം അതിനകത്ത് ഇങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുന്ന പോലെ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു സുഖമില്ലായിരുന്നു. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുമില്ല. ഒരുമാതിരി ടിൻറ്റഡ് ഗ്ലാസ് അല്ലേ, അതിലൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി വെളിച്ചമില്ലാത്ത എല്ലാം കിട്ടുന്ന പോലെയാണ് കിട്ടുന്നത്. കുഴപ്പമില്ല, ഒപ്പിക്കാം. അതുപോലെ തന്നെ ഈ വണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ LHB കോച്ചുകളാണ് ഉപയോഗിച്ചിട്ട് ഓടുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ ഈ ഒരു റേക്കിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് ഇവിടെ അഹമ്മദാബാദ് കൊച്ചിൻ ഡിപ്പോയിൽ നിന്ന് തന്നെയാണ്. ഇത് ഒറിജിനൽ വന്ദേ ഭാരത് വരുന്നു, ഇത് ഡ്യൂപ്ലിക്കേറ്റ് വന്ദേ ഭാരത് അവിടെ കിടക്കുന്നു. (209.01) മുംബൈ സെൻട്രൽ നിന്ന് ഗാന്ധിനഗർ ക്യാപിറ്റലിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇത് കേട്ടോ. ഇപ്പോൾ ഗാന്ധിധാം തൊട്ട് അഹമ്മദാബാദ് വരെ വന്ന നമ്മുടെ നമോ ഭാരത് എക്സ്പ്രസിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് വൈകുന്നേരം ഇനി ഞാൻ നേരെ ജോധ്പൂരിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ ഇഷ്ടംപോലെ സമയമുണ്ട്. സമയം ഇപ്പോൾ 11:40 ഏകദേശം 11 മണിക്ക് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചാണ്. ഒരു 40 മിനിറ്റിൻ്റെ ഡിലേ അടിച്ചു. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. കുഴപ്പമില്ല. ഇനി ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കും, നോക്കട്ടെ. എന്നിട്ട് ആ വീഡിയോ ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത്. അതിനപ്പുറത്തെ വീഡിയോ ആയിരിക്കും പിന്നെ ജോധ്പൂരിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നത്. അപ്പം അതിലേതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.